പിന്നെ എന്താ മദ്ഹ് എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഉള്ളത് പറയുന്നതിന് ആർക്കും ഒരു വിരോധവും ഇവിടെയില്ല. ആരും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുമില്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ഒരാളെ അമിതമായി പ്രശംസിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അയാളെ നിന്ദിക്കലാണോ? നിങ്ങൾ നോക്കൂ, നാം പറയുന്നു, ക്രിസ്ത്യാനികളോട് പറയുന്നു, നിങ്ങൾ ഈസാ നബിയെ നിന്ദിക്കുകയാണ്. എന്താ കാരണം? അള്ളാഹുടെ മകനാണെന്ന് പറയുന്നു. അള്ളാഹിനെ പറ്റി പറയും പോലെ പലതും ഈസാ നബിയെ പറ്റി നിങ്ങൾ പറയുന്നു. അതുകൊണ്ടത് ശരിയല്ല. മുസ്ലിമീങ്ങൾ അങ്ങനെ അത് ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഈസാ നബിയോടുള്ള മഹബത്ത് കൊണ്ട്. അല്ല, അള്ളാഹുടെ മകനാണ്, അള്ളാഹുടെ കഴിവുകളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വാദിക്കുന്നതും എന്തുകൊണ്ടാ? ഈസായോടുള്ള മഹബത്ത് കൊണ്ട്. ആരുടെ മഹബത്താ ഒറിജിനൽ, ആരുടേതാ വ്യാജൻ? ചിന്തിച്ചുകൂടെ? ഇതേപോലെ തന്നെ ഉസൈറിനെ സംബന്ധിച്ച് യഹൂദികൾ പറയുന്നു, വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്. ഉസൈറിനെ സംബന്ധിച്ച് യഹൂദികൾ പറയുന്നു അള്ളാഹുവിന്റെ മകനാണെന്ന്. മുസ്ലിമീങ്ങൾ പറയുന്നു, ജൂതന്മാരെ, നിങ്ങൾ ഉസൈർ അള്ളാഹുടെ മോനാണെന്ന് പറയരുത്, സ്നേഹം കൊണ്ടാ പറയുന്നത്. അവർ ഉസൈർ അള്ളാഹുടെ മോനാന്ന് പറഞ്ഞതും സ്നേഹം കൊണ്ടാണ്. ആരുടെ സ്നേഹമാണ് ഒറിജിനൽ, ആരുടേതാണ് വ്യാജമായ സ്നേഹം? ചിന്തിച്ചുകൂടെ? അള്ളാഹു തന്നിട്ടുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചോളൂ. അപ്പോ ഒരാളെപ്പറ്റി അമിതമായ പ്രശംസ, അനർഹമായ പ്രശംസ, പാടില്ലാത്ത പ്രശംസ ആരെങ്കിലും പ്രശംസിക്കുന്നത് കേൾക്കുമ്പോ അങ്ങനെ പറയരുതേ എന്ന് പറയുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടാണ്. അതല്ലാതെ അവരെ ബഹുമാനക്കേടല്ല, നിന്ദിക്കലല്ല, നിസ്സാരപ്പെടുത്തലല്ല. ഇതാണ് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമ്മെ പഠിപ്പിച്ചത്? നബി വിഷയത്തിൽ എന്താണ് നമ്മെ അറിയിച്ചത്? നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യുമ്പോ എന്ത് ശ്രദ്ധിക്കണം എന്നാ പുന്നാര നേതാവ് പറഞ്ഞത്? അത് പാലിക്കുന്നവരാണ് മുജാഹിദുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഒരു യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടുന്ന് പറഞ്ഞത്? ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഏതുപോലെ? കമാ തറത്തിൻ നസാറാ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ അമിതമായി പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കരുത് കേട്ടോ. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. ഫഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അവിടുത്തെ റസൂലുമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ കൽപ്പന അക്ഷരാർത്ഥത്തിൽ പാലിച്ചവരാ സഹാബിമാര്. റസൂലിന്റെ തിരുനാവിൽ നിന്ന് ഈ വാക്ക് ആദ്യമായി കേട്ടൊരു സഹാബിമാരല്ലേ? ആ സഹാബിമാരോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിച്ചു പോകരുത്. കമാ തറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസ നബിയെ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ സഹാബിമാരുടെ പ്രശംസയിൽ ഏതെങ്കിലും അമിതമായി പോയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അമിത പ്രശംസ എന്ന് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും, മൗലവി നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. കാരണം ആ ഹദീസിൽ വിരോധിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ക്രിസ്ത്യാനികൾ ഈസ നബിയെ അമിതമായി പ്രശംസിച്ചതുപോലെ പ്രശംസിക്കരുതെന്നല്ലേ? ക്രിസ്ത്യാനികൾ എങ്ങനെയാ നബിയെ പ്രശംസിച്ചത്? ക്രിസ്ത്യാനികൾ എങ്ങനെയാ ഈസ നബിയെ പ്രശംസിച്ചത്? ഇബ്നുല്ലാഹ്, അള്ളാഹുടെ മകനാണ്, അള്ളാഹുടെ മോനാണ് ഈസ എന്നല്ലേ പറഞ്ഞത്? അതുപോലെ ഞാൻ അള്ളാഹുടെ മോനാണെന്ന് പറയരുതെന്നേയുള്ളൂ, വേറെ എന്തും പറഞ്ഞോളൂ. ബുർദയിൽ ചൊല്ലാറില്ലേ, ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ പറയണ്ട, വേറെ എന്തും പറഞ്ഞോ എന്നൊരു വ്യാഖ്യാനം ചില ആളുകൾ പറയാറില്ലേ? വാസ്തവത്തിൽ സഹോദരാ, ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുടെ മകനെന്ന് പറഞ്ഞതുപോലെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ മകനെന്ന് പറയൽ മാത്രമാണോ വിരോധിക്കപ്പെട്ടത്? അത് മാത്രമാണോ അമിതമായ പ്രശംസ? നമ്മൾ എവിടെയാണ് തെളിവ് വരുത്തേണ്ടത്? വന്നോളൂ ഹദീസിലേക്ക്. അതാ അമിതമായ പ്രശംസ എന്ന് പറയുന്നത് അള്ളാഹുടെ മോനാണെന്ന് പറയൽ മാത്രമാണോ? ശരിക്കും ശ്രദ്ധിച്ചോ മുസ്ലിമേ, ഈ ചരിത്രത്തിലേക്കൊന്ന് കാതുകൊടുക്കൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സഹാബിയുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു. ഒരു കല്യാണ പന്തലാണ്
സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കടന്നു കയറി ചെല്ലുകയാണ്. ആ കുട്ടികൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു, ഒരു പാട്ട് പാടുകയാണ്. എന്താണ് ആ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നത്? കല്യാണപ്പന്തലിലെ പാട്ടാണ്, കൊച്ചുകുട്ടികളുടെ പാട്ടാണ്. എന്താണ് അവര് പാടുന്നതെന്നോ? അവരുടെ പൂർവീക പിതാക്കന്മാര് ബദർ യുദ്ധത്തിൽ കാണിച്ചിട്ടുള്ള ത്യാഗങ്ങള്, സാഹസങ്ങള്, അവര് കാണിച്ചിട്ടുള്ള ശജാഅത്ത്, അവരുടെ സബർ, അവരുടെ ധൈര്യമൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പാടുകയാണ്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന മജ്‌ലിസിലേക്കാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ കുട്ടികൾ ഇതുവരെ പാടിയിരുന്ന ആ പാട്ടങ്ങ് നിർത്തിവെച്ചിട്ട് റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഈ കുട്ടികൾ പാടുകയാണ്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചിന്തിച്ചോ സഹോദരാ, സഹോദരി. എന്താണ് ഈ കുട്ടികൾ പാടുന്നത്? എന്താണ് ഈ കുട്ടികൾ മദ്ഹ് ചൊല്ലുന്നത്? വഫീനാ നബിയുൻ, ഞങ്ങളിൽ ഒരു നബിയുണ്ട്. ആരാണ് ആ നബി? അത് അല്ലാഹുവിന്റെ മോനാകുന്നു എന്നാണോ പറഞ്ഞത്? അത് അല്ലാഹുവിന്റെ മകനാകുന്നു എന്നാണോ പറഞ്ഞത്? അല്ല കേട്ടോ, ഈ കുട്ടികൾ അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുട്ടികൾ പറഞ്ഞത് വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഇന്ന് തന്നെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. അതാണ് ഈ കുട്ടികൾ അങ്ങ് പാടുന്നത്. മഹാനായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി അത് കേട്ടിട്ട് താളം പിടിച്ച് പന്തലിൽ ഇരുന്നിട്ടില്ല. എന്നെപ്പറ്റി മദ്ഹ് പറയുകയല്ലേ, എന്നെപ്പറ്റി മൗലൂദ് ഓതുകയല്ലേ, എന്നെപ്പറ്റി പ്രകീർത്തനം ചൊല്ലലല്ലേ. ചൊല്ലിക്കോ മക്കളെ, പാടിക്കോ മക്കളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചുവോ? നബി അവർക്ക് സമ്മാനം കൊടുത്തുവോ? ഇല്ല. മരനേതാവ് ആ കൊച്ചുകുട്ടികളെ അരികിലേക്ക് മാടി വിളിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ കുട്ടികളെ ഇങ്ങനെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് മക്കളോട് പറയുന്നു, ദഈ ഹാദിഹി വഖൂലി ബില്ലദീ കുൻതി തഖൂലീൻ. ഓ മോളെ, ഇതുവരെ ഇപ്പോൾ പറഞ്ഞ ഭാഗം നീ ഇനി പാടരുത്. ഇപ്പോൾ പറഞ്ഞ മദ്ഹ് ഉപേക്ഷിച്ചേക്ക് മോളെ, അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. മറിച്ച് വഖൂലി, നീ പറഞ്ഞോളൂ, ബില്ലദീ കുൻതി തഖൂലീൻ, ഇതുവരെ പറഞ്ഞിരുന്നത് പറഞ്ഞോളൂ. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് ചിന്തിക്കേണ്ടത്? നബി എന്തിനാ കുട്ടികളെ അങ്ങനെ വിലക്കിയത്? ചില ആളുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ഈ കുട്ടികൾ അതുവരെ പറഞ്ഞിരുന്ന ബദരീങ്ങളുടെ മൗലൂദ് നിർത്തിവെച്ചതിലുള്ള രോഷം കൊണ്ട് നിങ്ങൾ അങ്ങനെ അതൊഴിവാക്കുകയല്ല വേണ്ടത്. എന്നെപ്പറ്റി പിന്നെയും പറയാലോ, നിങ്ങളിപ്പോ വിഷയം മാറ്റരുത്, നിങ്ങൾ അത് തുടർന്നോളൂ, അതുകൊണ്ട് വിലക്കിയതാണ് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ വാസ്തവം അതാണോ? ഈ ഹദീസിന് ശറഹ് എഴുതിയിട്ടുള്ള പണ്ഡിതന്മാര് വളരെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയില്ലേ. ഇങ്ങനെ വിരോധിക്കാൻ കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഇത്റായിൽ അത് പെടുന്നു. ആ അമിത പ്രശംസയിൽ ഈ മദ്ഹ് പെടും. ഈ വരി അതിലാണ് പെടുന്നത് എന്നതുകൊണ്ടാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചത്. കാരണം അതാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ഓ നബിയേ, പറഞ്ഞു കൊടുക്കൂ, ആകാശഭൂമികളിൽ ആരും തന്നെ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നതല്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ അറിയില്ല എന്നും സഹാബിമാര് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയും നമുക്ക് ആ ശറഹിൽ തന്നെ കാണാമല്ലോ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ അല്ലാഹുവിന്റെ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നത് മാത്രമാണോ തെറ്റ്? അത് മാത്രമാണോ വിരോധിക്കപ്പെട്ടത്? അല്ല കേട്ടോ.
കേട്ടോ, ഈ മക്കൾ അത് പറഞ്ഞിട്ടില്ലല്ലോ, ഈ മക്കൾ അത് പാടിയിട്ടില്ലല്ലോ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ നബി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചില്ലേ? അമ്മദ് പാടരുതെന്ന് പറഞ്ഞില്ലേ? ഇനിയും ചിന്തിച്ചോ മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് അവിടുത്തേക്കുണ്ടായ ആൺമക്കളൊക്കെ ചെറു കൈക്കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ വഫാത്താകലല്ലേ പതിവ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ പെൺമക്കളൊക്കെ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷേ ആൺകുട്ടികളൊക്കെ ഉണ്ടായാൽ ചെറുപ്പത്തിലേ അങ്ങ് മരിച്ചു പോകലായിരുന്നു പതിവ്. ആ കൂട്ടത്തിലതാ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുന്നാരമകൻ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ദിവസം അവിടെ മദീനയിലതാ യാദൃച്ഛികമായി അന്ന് അവിടെ സൂര്യഗ്രഹണവും ഉണ്ടായി. സൂര്യഗ്രഹണം ഉണ്ടായതും കുട്ടി മരിച്ചതും ഒരേ ദിവസമായി പോയി. ഈ അവസരത്തിൽ നാട്ടിൽ സംസാരമുണ്ടായി. കണ്ടോ, മുത്തു മുസ്തഫയുടെ പൊന്നാര മകന്റെ വഫാത്തിൽ പ്രകൃതിക്ക് പോലും സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. കണ്ടില്ലേ, സൂര്യൻ ഒളിച്ചില്ലേ, സൂര്യന് ഗ്രഹണം ബാധിച്ചുപോയി. അത് പുന്നാര മോന്റെ മരണം കൊണ്ടാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഹ്ലു ബൈത്തിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞില്ലേ? അഹ്ലു ബൈത്തിനെ കുറിച്ച് നാടിൽ മദ്ഹ് പറഞ്ഞില്ലേ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? കണ്ടോ, എനിക്കുള്ള ക്രെഡിറ്റ് കണ്ടോ, എനിക്കുള്ള അന്തസ് കണ്ടോ? എന്റെ അനുയായികള് എന്റെ കുട്ടി മരിച്ചപ്പോൾ പോലും എന്റെ കുട്ടിയെ മദ്ഹ് ചെയ്തില്ലേ, എന്നെ മദ്ഹ് ചെയ്തില്ലേ എന്നും പറഞ്ഞ് പുന്നാര നബി അതങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല, ഈ സമുദായത്തിന്റെ വിശ്വാസത്തിൽ ഒരൽപ്പം പോലും പുഴുക്കുത്ത് ബാധിക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ള പുന്നാര നേതാവ് ഉടനെയതാ വസ്ത്രം പോലും ശരിക്കും മുറുക്കിയുടുക്കാൻ നേരം കൊടുക്കാതെ ഉള്ള വസ്ത്രം വാരി ചുറ്റിയിട്ട് പള്ളിയിലേക്ക് ഓടുന്നു. പള്ളിയിലേക്ക് അങ്ങോടിയിട്ട് മിമ്പറിൽ കയറി നിന്നിട്ട് ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് പ്രസംഗിക്കുകയാണ്. ഹംദും സലാത്തും ഒക്കെ പറഞ്ഞിട്ട് ആമുഖമൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണ്. അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ഓ ജനങ്ങളെ, സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അത് അല്ലാഹുവിന്റെ ഏറ്റവും അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തം തന്നെയാണ്. അതൊന്നും സൂര്യനോ ചന്ദ്രനോ ആരുടെയെങ്കിലും ജന്മം കൊണ്ടോ ആരുടെയെങ്കിലും മരണം കൊണ്ടോ ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ. അതൊന്നും ഒരാൾ ജനിച്ചതിന്റെ പേരിൽ ഗ്രഹണം ബാധിക്കൂല, മരിച്ചതിന്റെ പേരിലും സൂര്യനും ചന്ദ്രനും ഒന്നും ഗ്രഹണം ബാധിക്കില്ല. നിങ്ങൾ സൂര്യൻ ഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ കണ്ടാൽ ഇതുപോലെ പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ച് കണ്ടാൽ ഫഫ്സഉ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് ധൃതി കൂട്ടി പോകണേ. അങ്ങനെ സൂര്യനങ്ങ് വെളിച്ചത്ത് വരുവോളം നിങ്ങൾ തൗബയിൽ കഴിയണേ, ദുആയിൽ കഴിയണേ, നിസ്കാരത്തിൽ കഴിയണേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ ഇവിടെ ഇബ്രാഹിം എന്ന കുട്ടി അള്ളാഹുടെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുടെ മകന്റെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അഹ്ലു ബൈത്തിനെ പറ്റി ആ മദ്ഹ് എന്ന് പറഞ്ഞപ്പോ അത് അതിരിവിട്ട പ്രശംസയാണ്, അത് അനിസ്ലാമികമായ പ്രശംസയാണ്, അത് ശരിയല്ലാത്ത പ്രശംസയാണ്. ഉടനെ പുന്നാര നേതാവ് തിരുത്തിയില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ല. ആ അമിത പ്രശംസയല്ലേ ഇന്ന് ചില കക്ഷികൾ നടത്തുന്നത്? ആ അമിത പ്രശംസയല്ലേ നിന്ന് ചില ആളുകൾ നടത്തുന്നത്? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് എന്തൊക്കെയാ വിശ്വസിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മദീനയിൽ കടന്നുകൊണ്ട് നമ്മളെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലും. നമ്മളെല്ലാവരും പറയുന്നത് അവിടുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പോലും. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അവിടുത്തേക്ക് അറിയും പോലും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കേൾക്കുന്നയാളാണ്, എല്ലാം കാണുന്ന വ്യക്തിത്വമാണ്, എല്ലാം അറിയുന്ന വ്യക്തിത്വമാണ്, എല്ലാത്തിനും കഴിയുന്ന വ്യക്തിത്വമാണ് എന്നിങ്ങനെ പാടുകയല്ലേ. ഗദ്യത്തിലൂടെ പാടുന്നു, പദ്യത്തിലൂടെ ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ പറയുന്നില്ലേ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽദുഅഫി ശദീദി ഫഅസ്ഇദി. ഓ നബിയേ, എന്റെ പ്രയാസങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എന്റെ ബുദ്ധിമുട്ടുകൾ അങ്ങേക്കറിയാമല്ലോ, എന്റെ ദൗർബല്യം അങ്ങേക്കറിയാമല്ലോ. അങ്ങനെ കൈവടിയരുത് നബിയേ, അങ്ങനെ സഹായിക്കണം നബിയേ, എന്നെ ഹൈബായി മടക്കരുത് നബിയേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുന്നു. പുന്നാര നബിയെ എവിടെ വെച്ച് വിളിച്ചാലും നബി കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരെ, അതല്ലെങ്കിൽ സദസ്സുകളിലേക്ക് കയറി വരും എന്ന് വരെ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ, ഇവരംഗീകരിക്കുന്ന നേതാക്കന്മാര്, ഹോജമാര്, അവരുടെ ചില കിതാബുകൾ എന്ന് പറയുന്ന കൃതികളിൽ എഴുതിവിട്ടിട്ടില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നതാണോ? ജീവിതകാലത്ത് പോലും നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന നബി ഞങ്ങൾക്കുണ്ടെന്ന് പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോ അരുത് മക്കളെ എന്ന് പറഞ്ഞ പുന്നാര നബിയെക്കുറിച്ച് ഇതാ വഫാത്തിന്റെ ശേഷം നമ്മൾ പറയുന്നു, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മുടെ മനസ്സ് പോലും കാണുന്നുണ്ട്, നമ്മുടെ സദസ്സിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ മദ്ഹായിട്ട് പറയുകയല്ലേ? ഇത് മദ്ഹാണോ മുസ്ലിമേ? ഇത് യഥാർത്ഥത്തിലുള്ള ഹുബ്ബാണോ? ചിന്തിച്ചുകൂടെ നമുക്ക്? മഹാനായ നബി തങ്ങളുടെ സഹാബിമാർ ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് പോലും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മസ്അല ചോദിക്കാനുണ്ടെങ്കിൽ സഹാബിമാര് അവരുടെ വീട്ടിലിരുന്ന് വിളിക്കാറാണോ പതിവുള്ളത്? അവരുടെ ദൂരസ്ഥലത്ത് വെച്ച് വിളിക്കാറാണോ പതിവുള്ളത്? അതോ ത്യാഗം സഹിച്ച് യാത്ര ചെയ്ത് പുന്നാര അവരുടെ നേതാവുള്ള, നമ്മുടെ നേതാവുള്ള മജ്ലിസിലേക്ക് എത്തിച്ചേർന്നിട്ടല്ലേ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് സംശയം ചോദിക്കാറുള്ളത് അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അല്ലാഹു ബുദ്ധി തന്നിട്ടില്ലേ? ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നൂറുകണക്കിന് ചരിത്രങ്ങളുണ്ട്. ഒന്ന് മാത്രം പറയട്ടെ. മഹാനായ ഒരു സഹാബി, ആ സഹാബി അടക്കമുള്ള ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് നിയോഗിക്കുന്നു. ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, മനസ്സ് അവിടെയും ഇവിടെയുമായി പോകരുത്. ചിന്തിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അയക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ല, മദീനത്താണ്. മറ്റുള്ള സഹാബിമാരൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു, ദൂരസ്ഥലത്തേക്ക് സഫർ പോയിരിക്കുകയാണ്. ആ അവസരത്തിൽ യാത്രാമയളെ ഒരു സഹാബിക്ക് കുളി നിർബന്ധമായി, വലിയ അശുദ്ധിയുണ്ടായി. പക്ഷേ അവിടെ കുളിക്കാൻ വെള്ളമില്ല, ഉളുവെടുക്കാൻ പോലും വെള്ളമില്ല, കുളിക്കാനും കുടിക്കാനും ഒന്നും വെള്ളമില്ലാത്തൊരവസരത്തിലായി ഇങ്ങനെ ഉളു നിർബന്ധമാവുക മാത്രമല്ല കുളി നിർബന്ധമായി പോയി. ആ അവസരത്തിൽ സഹാബി ആലോചിക്കുകയാണ്, ഉളു ഇല്ലെങ്കിൽ തയമ്മും ചെയ്യേണ്ട രൂപം പുന്നാര നബി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുളിക്കുന്നതിന് പകരം എങ്ങനെയാ തയമ്മും എന്ന് അദ്ദേഹം കുറെ ആലോചിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ മദീനയിലേക്ക് വിളിക്കാമായിരുന്നു. ഓ നബിയേ, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ കുളി നിർബന്ധമായിട്ടുണ്ട്, അതങ്ങേക്കറിയാമല്ലോ. വെള്ളം കിട്ടാനുമില്ല, എങ്ങനെയാ ഞാൻ വൃത്തിയാക്കേണ്ടതെന്ന് പുന്നാര നേതാവിനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? പക്ഷേ സഹാബിമാര് വിളിച്ചില്ല. എന്താ കാരണം? അവർക്കറിയാം ഞങ്ങളുടെ നേതാവ് മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കൂല, ഞങ്ങളെ കാണാൻ കഴിയൂല, ഞങ്ങളെ പ്രശ്നം അവിടത്തേക്ക് അറിയില്ല. അതുകൊണ്ട് അമ്മാർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി തന്നെയാണ് കഥാപാത്രം. മഹാനവറുകൾ എന്തു ചെയ്തു? അദ്ദേഹം കുറച്ചിങ്ങനെ ആലോചിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഉളൂ ഇല്ലെങ്കിൽ അതിന് പകരം രണ്ട് കൈയും നിലത്തേക്കടിച്ച് മുഖവും കൈയുമൊക്കെ തടവുകയാണല്ലോ തയമ്മുമ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എങ്കിൽ തയമ്മുമിന് പകരം എന്ത് വേണ്ടി വരും? മണ്ണിൽ കിടന്ന് ഉരുളേണ്ടി വരും എന്നാണ് മഹാനവറുകൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത്. അദ്ദേഹം അങ്ങനെ ചെയ്തു. മണ്ണ് കിടന്നാണ്ട് ഉരുണ്ടു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു.
ശുദ്ധിയായി നിസ്കരിച്ചു. ചിന്തിച്ചോ മുസ്ലിമേ. എന്നിട്ടോ യാത്ര കഴിഞ്ഞു. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പുന്നാര നേതാവിന്റെ തിരുഹദറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ അതാ യാത്രാസംഘം തിരിച്ചെത്തിയിട്ട് യാത്രയിലെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, ഓ നബിയേ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, കുളി നിർബന്ധമായി പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങിയപ്പോ ഫതമഅക്തു ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ കിടന്നങ്ങ് ഉരുണ്ടുപരണ്ടു നബിയേ. കമാ തമഅക്കത്തി ദാബത്തു, മൃഗങ്ങളിലെ പൊടിയിൽ കിടന്ന് ഉരുളുന്നു, ഇതുപോലെ ഞാനങ്ങ് ഉരുണ്ടുപോയി നബിയേ. എന്താണ് ഞാൻ ചെയ്തത്, ശരിയായിട്ടുണ്ടോ? ഞാൻ ചെയ്ത കാര്യത്തെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമായക്ഫീക്, ഓ പ്രിയപ്പെട്ട ശിഷ്യ, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? നിനക്ക് ഇത്രമാത്രം ചെയ്താൽ മതിയായിരുന്നുവല്ലോ എന്നും പറഞ്ഞ് പുന്നാര റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട 2 കൈയും നിലത്തടിച്ചു. എന്നിട്ട് മുഖം തടവി 2 മുൻകൈയും അങ്ങ് തടവി കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇത് തന്നെ മതിയായിരുന്നില്ലേ എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മസ്അല പഠിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ എന്തിനാ നിങ്ങളോട് ഈ സംഭവം പറഞ്ഞത്? ആ യാത്രയിൽ വിഷമമുണ്ടായപ്പോ പുന്നാര സഹാബി അവിടെ നിന്ന് ഈ പരിഹാരത്തിന് വേണ്ടി വിളിച്ചില്ല. ജീവിതകാലത്ത് പോലും കേൾക്കാത്ത ദൂരത്തിരുന്ന് ഞങ്ങളെ നേതാവിനോട് ഞങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല, അതവര് വിശ്വസിച്ചു. അതുകൊണ്ടാണ് യാത്രയിൽ വെച്ച് വിളിക്കാതെ റസൂലിന്റെ തിരുഹദറത്തിൽ വന്നുകൊണ്ട് നബിയേ എന്ന് വിളിച്ചുകൊണ്ട് കാര്യം പറയുന്നത്. ഇത് സഹാബ പുരുഷന്മാരുടെ മാത്രം വിശ്വാസമാണോ? സഹാബ സ്ത്രീകളുടെ സ്ഥിതി എന്താണ്? അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെല്ലാം മസ്അലകൾ അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പലപ്പോഴും ലജ്ജയുള്ള പല വിഷയത്തിലും അവർക്ക് ദീൻ എന്താണെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. ഒരിക്കൽ പോലും റസൂലുള്ളാഹിയുടെ തിരുമുമ്പിൽ പോയിട്ട് ചോദിക്കുന്നതിലുള്ള ലജ്ജയോർത്തിട്ട് ഒരു സഹാബാ ബീവി പോലും വീട്ടിലിരുന്നിട്ട് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ടുണ്ടോ? സംശയം വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ പതിവെന്താണ്? അവർ റസൂലുള്ളാഹിയുടെ ഹദറത്തിലേക്ക് വരും. എന്നിട്ട് അവര് വിളിച്ചു ചോദിക്കും, യാ നബിയല്ലാഹ്, യാ റസൂലല്ലാഹ് എന്നും വിളിച്ചിട്ട് അവരങ്ങ് ചോദിക്കാറല്ലേ? ഇനി അത്രയും ലജ്ജാകരമായ കാര്യമാണ് അവർക്ക് ദീനിൽ അറിയേണ്ടതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള പ്രിയപ്പെട്ട ഭാര്യമാര്, നമ്മുടെ ഉമ്മമാരില്ലേ അവിടെ, അവരോട് പറഞ്ഞേൽപ്പിക്കും, നിങ്ങൾ റസൂലുള്ളാഹിനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ മസ്അലയൊന്ന് ചോദിച്ചു വെക്കണം, അങ്ങനെ നിങ്ങളൊന്ന് ചോദിച്ചറിയണം. എന്നിട്ട് അവരതാ നബിയോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് മറുപടി പറയുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മമാര് സഹാബാ വനിതകൾക്ക് ഈ സംശയം ദൂരീകരിച്ചു കൊടുക്കുന്നു. ഇതല്ലാതെ ദൂരെ വെച്ച് വിളിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ടോ? ചിന്തിച്ചുകൂടെ മുസ്ലിമേ? ഇനി നോക്കൂ, എല്ലാം അറിയാൻ അവിടുത്തേക്ക് കഴിഞ്ഞിരുന്നുവോ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? വരാൻ പോകുന്ന സ്വർഗത്തെപ്പറ്റി പറഞ്ഞിട്ടില്ലേ? നരകത്തെപ്പറ്റി പറഞ്ഞു തന്നിട്ടില്ലേ? അന്ത്യനാളിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലേ? ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞതാണ്. അറിയിച്ചു കൊടുക്കാത്ത വിഷയങ്ങളിൽ നമ്മുടെ നേതാവിന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് റസൂലുള്ളാഹിനെ കൊച്ചാക്കലാണോ? റസൂലുള്ളാഹിനെ നിന്ദിക്കലാണോ? അവിടുത്തോടുള്ള ബഹുമാനക്കുറവാണോ? അല്ല കേട്ടോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന മറ്റൊരു സംഭവം നോക്കൂ. എന്താ സംഭവം? മദീനത്തെ പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. മദീനത്തെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്ന ഒരു സഹോദരി. ഒരു ദിവസം റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിലെത്തി നോക്കുമ്പോ ആ സഹോദരിയെ കാണുന്നില്ല. മദീനത്തെ പള്ളിയിൽ നിന്ന് നോക്കുമ്പോ ഈ സഹോദരിയെ കാണാനില്ല. സഹാബിമാരോട് ചോദിച്ചു, എവിടെ പോയി അവർ? എവിടെ പോയി അവർ? സഹാബിമാര് പറയുന്നു, നബിയേ, അവരിന്നലെ വഫാത്തായി, അവരിന്നലെ മരണപ്പെട്ടു നബിയേ. അങ്ങേ അറിയിക്കാതെ ഞങ്ങൾ നിസ്കരിച്ചു, കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നമസ്കാരം നിർവഹിച്ചു കൊണ്ടുപോയി ഖബറടക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഭവം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിക്കാതെ പോയി? ആകട്ടെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ദുല്ലൂനി അലാ ഖബ്രിഹാ,
അവരുടെ ഖബർ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചതായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. സഹാബിമാരതാ പുതുമണ്ണുള്ള ഖബർ കാണിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിങ്കിൽ നിന്നുകൊണ്ട് അതാ ആ സഹോദരിക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കുന്നു.